ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 PSC 10th പ്രിലിമിനറി എക്സാമിന് നടത്തിയ ഒരു പരീക്ഷയിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 224/2023. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. ഇതിൽ 1924 1925 ഉണ്ട്. അതുകൊണ്ടായിരിക്കാം PSC ഡിലീറ്റ് ചെയ്തത്. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 അവസാനിച്ചു. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പാഞ്ചാലി ശപഥം. പാഞ്ചാലി ശപഥം ആരുടെ കൃതിയാണ്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് പാഞ്ചാലി ശപഥം. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, മുംബൈ. മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അവകാശ സംരക്ഷണം. അവകാശ സംരക്ഷണം രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലയാണ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് സതി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ലൂ. ലൂ ആണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം. മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, വൈറസ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1C, 2D, 3B, 4A. അതായത് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. എന്തൊക്കെയാണ്? കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സമതലങ്ങൾ. സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ജാറിയ. ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 2, 3, 5. അതായത് വേലിയോർജ്ജം,
ജൈവവാതകം, സൗരോർജം. വേലിയോർജം, ജൈവവാതകം, സൗരോർജം എന്നിവയാണ് ഇവിടെ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 2, 3, 4, 8. അതായത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമല്ല. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല. നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയൊക്കെ ഖാരിഫ് വിളകളാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് ഉള്ളത്. ഇതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കാം. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. എന്തൊക്കെയാണ്? ഉഷ്ണമേഖല വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 44. 1978-ലെ 44-ാം ഭേദഗതിയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 42. 1976-ലെ 42-ാം ഭേദഗതിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 22 ജൂലൈ 1947. 1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്നാണ് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആന. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2005. 2005-ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ പാർട്ട് 4A. പാർട്ട് 4A-യിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്.
INA രൂപീകരിച്ചത് ആരായിരുന്നു? INA രൂപീകരിച്ചത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് INA രൂപീകരിച്ചത്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ലിട്ടൻ പ്രഭു. ലിട്ടൻ പ്രഭുവാണ് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ശാരദാ സദൻ. ശാരദാ സദനാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1969. 1969 ISRO രൂപീകൃതമായത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നമ്മുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്ന്? നമ്മുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആനന്ദമഠം. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി VP മേനോൻ. VP മേനോനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത്. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ എന്നിവരൊക്കെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ